എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് സുപ്രീം കോടതി വിധി വന്നു എല്ലാമായി എന്ന് പറഞ്ഞു നടക്കുന്ന ചിലരുടെ കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ വിവരമില്ലാതെ പറഞ്ഞ് കുറേ പേർ നടക്കുകയാണ്. സർവകലാശാലകളെ വിളിക്കുകയും ഉത്തരവ് അവർക്ക് അയച്ചു നൽകുകയും സുപ്രീം കോടതി വിധി വന്നു. കോടതിയുടെ ഉത്തരവ് പ്രകാരം അണ്ണാമലയിൽ പഠിച്ച ചിലർ സർവകലാശാലകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. തുല്യത മര്യാദയ്ക്ക് തരണമെന്നും പറഞ്ഞ് കേരളത്തിലെ അണ്ണാമലയിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾ തുല്യത കൊടുക്കുന്ന സർവകലാശാലകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ചിലർ യൂട്യൂബ് ചാനലിൽ തെറ്റായ വിവരവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഭീഷണിയുടെ മുന്നിൽ സർവകലാശാലകൾ മുട്ടുമടക്കരുത്. സുപ്രീം കോടതിയിൽ നിന്നും വന്ന വിധി UGC അംഗീകരിച്ച് UGC ഡെബ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ അണ്ണാമല ഉൾപ്പെടെ ഭാരതിയാർ ഉൾപ്പെടെ മറ്റ് സർവകലാശാലകൾ ലിസ്റ്റ് ചെയ്താൽ മാത്രമേ, നിയമമനുസരിച്ച് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകൾ തുല്യത കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ ഉത്തരവ് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കോടതി ഉത്തരവിൽ പലതും വ്യക്തമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും ജഡ്ജ്മെൻറ്റ് നോക്കി, പലതും തൃപ്തികരമല്ല. ഈ കോടതി ഉത്തരവ് പൂർണ്ണമായും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 2017 റെഗുലേഷൻ പ്രകാരം സർവകലാശാലകൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. സർവകലാശാലകൾ തീരുമാനമെടുത്തോട്ടെ, പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുകൂലിച്ച് UGC വെബ്സൈറ്റ് ഇടട്ടെ. എന്നിട്ട് സർവകലാശാലകൾ തുല്യത നൽകട്ടെ. അല്ലാതെ ചിലർ വിളിച്ച് യൂണിവേഴ്സിറ്റികളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റികൾ മുട്ടുമടക്കി തുല്യത കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ. 2017 റെഗുലേഷൻ പ്രകാരം യൂണിവേഴ്സിറ്റികൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. അതിൽ നിന്നുകൊണ്ട് അത് UGC റൂൾ കൊണ്ടുവന്നതാണ്. 2017 റെഗുലേഷൻ അത് യൂണിവേഴ്സിറ്റികളെല്ലാം കർശനമായിട്ട് പാലിക്കണം. അതിന് പ്രകാരം എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ഇതിൽ പലതും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ല കോട്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ കോടതി ഉത്തരവ് UGC 6 മാസമോ 1 വർഷമോ 2 വർഷമോ എപ്പോഴാണ് വേണമെങ്കിലും ആയിക്കോട്ടെ, വെബ്സൈറ്റിൽ ഇട്ട ശേഷം മാത്രം യൂണിവേഴ്സിറ്റികൾ തുല്യത കൊടുത്തു തുടങ്ങുക. അല്ലാത്ത പക്ഷം തുല്യത കൊടുക്കാൻ പാടുള്ളതല്ല. വിവരമില്ലാത്ത, തലയ്ക്ക് ബോധമില്ലാത്ത, കള്ളിമണ്ണ് മാത്രം നിറച്ച ചില അണ്ണാമല വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതി ഉത്തരവ് കൊണ്ട് എല്ലാം ആയെന്ന് പറഞ്ഞ് നടക്കുന്നത്. കോടതി വിധി അയച്ചു കൊടുത്ത് സർവകലാശാലകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ കേരളത്തിലെ തുല്യത കൊടുക്കുന്ന സർവകലാശാലകൾ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമല്ല, സുപ്രീം കോടതി വിധി വന്നത് ഫെബ്രുവരിയിലാണ്. അധിക മാസങ്ങളും വർഷങ്ങളൊന്നും ആയിട്ടില്ല. എല്ലാവർക്കും വെപ്രാളമാണ്. ആർക്ക് സമാധാനമായിട്ടിരിക്കാൻ വയ്യ. UGCക്ക് ആലോചിക്കാനുള്ള സമയം വേണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും UGCയെ കോൺടാക്റ്റ് ചെയ്യണം. സർവകലാശാലകൾ നിയമം അനുസരിച്ചാണ് പോകുന്നത്, UGC റൂൾ അനുസരിച്ച്. UGCന്ന് ഡയറക്ഷൻ കിട്ടിയാലേ സർവകലാശാലകൾ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. കൂടാതെ ACT കേസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർവകലാശാലകൾ, അണ്ണാമല യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സർവകലാശാലകൾ റീഫണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റികൾ റീഫണ്ട് നൽകില്ല, പണം കൊടുക്കുകയില്ല അവർക്ക്. അവരെല്ലാം ഒന്നുകൂടെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. എല്ലാ സ്റ്റേറ്റിലും യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റർ ഫ്രാഞ്ചൈസി നടത്തിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാലും ACT കോഴ്സുകളായാലും. അണ്ണാമല ഉൾപ്പെടെ എല്ലാ സർവകലാശാലകളും ACT നടത്തിയിട്ടുണ്ട്. അതിൻ പ്രകാരം അവർ ഒരു കാരണവശാലും റീഫണ്ട് തിരിച്ചു കൊടുക്കില്ല വിദ്യാർത്ഥികൾക്ക്. അവർ സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോകാൻ സാധ്യതയേറുകയാണ്. കോടതി വിധി വന്നിട്ട് ഒരുപാട് വർഷമോ മാസങ്ങളോ ആയിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോടതി വിധി വന്നത്. അണ്ണാമലയിൽ പഠിച്ച ചിലരെല്ലാം ചേർന്ന് കേരളത്തിലെ സർവകലാശാലകളെ വിളിക്കുകയും അവരെ കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകാരമുള്ള ഡിഗ്രി, PG മറ്റ് കോഴ്സുകൾ പഠിച്ച ധാരാളം വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ ടെറിട്ടോറിയൽ ഡ്യൂറിസെഷൻ നോക്കാതെ തുല്യത നൽകി വരുന്നുണ്ട്. അണ്ണാമലയിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പശുവിട്ട് പുല്ല് തിന്നയില്ല തീറ്റിക്കയില്ല എന്ന് പറയും പോലെയാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ രീതി. ചില വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും അല്ല. ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ സംബന്ധിച്ച് സുപ്രീം കോടതി പ്രത്യേകം ആ വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകാരമുള്ളവർക്ക് ഇതിൻ പ്രകാരം തിരിച്ചടി നേരിടേണ്ടതായിട്ട് വരും. സർവകലാശാലകളെ നിരന്തരമായി അണ്ണാമല വിദ്യാർത്ഥികളിൽ ചിലർ വിളിക്കുകയും പരാതി നൽകുകയും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളെല്ലാം ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ കർശനമാക്കി കൊണ്ടുവരും. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ടെറിട്ടോറിയൽ ജൂറിസെക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്.
അങ്ങനെ വന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റ് നോക്കി ധാരാളം പേർ തമിഴ്നാട്ടിലെ സർവകലാശാലകളിലും നോർത്ത് ഇന്ത്യയിലും പഠിച്ചിട്ടുണ്ട്. ജൂറിസ്ഡിക്ഷൻ പോലും നോക്കാതെ, ജൂറിസ്ഡിക്ഷൻ തെറ്റിച്ചിട്ട്. അത് നിലവിൽ ജൂറിസ്ഡിക്ഷൻ നോക്കാതെ തുല്യത നൽകുന്ന യൂണിവേഴ്സിറ്റികൾ വരെ ഉത്തരവിറക്കേണ്ട അവസ്ഥ നേരിടേണ്ടി വരും ഈ അണ്ണാമലയിലെ ചിലർ കാരണം. തുല്യത കിട്ടണമെങ്കിൽ അത്യാവശ്യമുള്ളവർ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. UGCയെ വിളിക്കുകയോ RT ചെയ്യുകയോ അല്ലെങ്കിൽ UGCക്ക് കത്തയക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ പല രീതിയിൽ UGCയെ കോൺടാക്റ്റ് ചെയ്യാൻ, എന്നിട്ട് UGC എടുത്ത് സമ്മർദ്ദം ചെലുത്തുക, വെബ്സൈറ്റിൽ കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാനുള്ള നേരത്ത് കേരളത്തിലെ സർവകലാശാലയെ വിളിച്ച് അണ്ണാമല വിദ്യാർത്ഥികൾ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ പല വിഷയങ്ങളും നേരിടേണ്ടതായിട്ട് വരും. ഇതേപോലെയുള്ള വിവരദോഷികൾ കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും വിഷയം വരും. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച മറ്റുള്ളവർക്കും പ്രശ്നം വരും. അവർ വല്ല ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ഒടുക്കം അപ്രൂവൽ കിട്ടിയാലും തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ ഡബ്ബ് അംഗീകാരമുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരെ കാര്യം എന്ന് പറഞ്ഞില്ല, ടെറിട്ടോറിയലിൻ്റെ മൊത്തം കർശനമാക്കി കഴിഞ്ഞാൽ അവർക്കും തുല്യതാ സർട്ടിഫിക്കറ്റിൻ്റെ വഴി അടയും, അവർക്കും തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടൂല. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം അണ്ണാമലയിൽ പഠിച്ച ചിലരാണ്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ പറയുകയാണ്.